അസ്സലാമു എല്ലാവർക്കും ഇസ്രീം ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് കുക്കിംഗ് ഒന്നുമല്ല കേട്ടോ, ഇന്നൊരു വയനാട് ട്രിപ്പാണ് കാണിക്കുന്നത്. വയനാട് ചുരമാണ്. ഞങ്ങൾ ഫുള്ളും മങ്കിയൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി. ഭയങ്കര ഒരു ഹാപ്പിയൊക്കെ. ചിലവര് മങ്കിയുടെ അടുത്ത് നിന്നിട്ട് തന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റേഡിയത്തിനടുത്താണ് നമ്മുടെ മറഡോണ 1986 മാന്ത്രിക ഗോൾ അടിച്ചത്. ഒരുപാട് ആൾക്കാർ ഇറങ്ങി നിങ്ങളുടെ തന്നെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളാരും ഇറങ്ങിയിട്ടില്ല. പോലീസ് കണ്ടാൽ അത് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ വയനാട് എത്തി. വെൽക്കം ടു വയനാട്. വയനാട്ടിലേക്ക് കടന്നിരിക്കുകയാണ് ഞങ്ങൾ. സമയത്തായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ എല്ലാവർക്കും പ്രശ്നം. അപ്പോൾ ചൂരം കഴിഞ്ഞിട്ടുള്ളൊരു ഹോട്ടലുണ്ടായിരുന്നു. ആ ഹോട്ടലിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത്. നല്ലൊരു ഡെക്കറേഷൻ തന്നെയായിരുന്നു ഹോട്ടല്. എല്ലാ കുപ്പികളിലും ഏലക്കായ്, കറാമ്പട്ട ഒക്കെ വെച്ച് നല്ലൊരു ഡെക്കറേഷൻ ആയിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുപാട് പേരില്ലെങ്കിൽ കുറച്ച് പേര് ഫുഡ് കഴിക്കാൻ ഉണ്ടായിരുന്നു. നല്ലൊരു. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വണ്ടിയിലേക്ക് പോവാണ്. തിരിച്ച് വീണ്ടും പോവാണ്. വയനാട് നമ്മുടെ റിസോർട്ട് എത്തി. നമ്മളിവിടെയാണ് ബുക്ക് ചെയ്ത് കണ്ടാണ് വന്നിട്ടുണ്ട് റിസോർട്ടിൽ. അപ്പോൾ നമ്മുടെ റിസോർട്ട് വന്നപ്പോൾ തന്നെ സെക്യൂരിറ്റി നമ്മുടെ സാനിറ്റൈസർ ഇട്ടൊക്കെ കൈയ്യൊക്കെ സാനിറ്റൈസർ ഇട്ടോ. പിന്നെ നമ്മൾ ടെമ്പറേച്ചറൊക്കെ നോക്കി അഡ്രസ്സൊക്കെ എഴുതി. അത്രയ്ക്ക് ഒരു ഇത് ചിട്ടയോട് കൂടി തന്നെയാണ് അവരതൊക്കെ ചെയ്തത്. അപ്പം നമ്മൾ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് റിസോർട്ട്. അപ്പം നമുക്ക് റിസോർട്ടിലേക്ക് പോകാം. നല്ലൊരു പുറത്തുനിന്ന് തന്നെ നോക്കുമ്പോൾ തന്നെ അറിയാം നല്ലൊരു വൃത്തിയുള്ള റിസോർട്ടാണ്. നല്ലൊരു ഇതാണ് ഗാർഡനൊക്കെ വെച്ച് അടിപൊളിയായിട്ടുള്ള ഒരുപാട് ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ. മേലാണ് തോന്നുന്നു. നല്ലൊരു കാഴ്ച. ഇതിപ്പോൾ നമ്മൾ പൂക്കോട്ടിലേക്കുന്ന് അതേ സെയിം റോഡാണ്. പൂക്കോട്ടിലേക്ക് റോഡാണിത്. ആ റോട്ടിൽ കൂടി പോന്നിട്ടാണ് നമ്മൾ ഈ റിസോർട്ടിൽ എത്തുന്നത്. ഇതാ നമ്മളെ വണ്ടി വരുന്നുണ്ട്. താഴേക്ക് നോക്കിയാൽ തന്നെ റോഡ് കാണാം. നല്ലൊരു കോട്ടേഴ്സാണ്. അടുത്തടുത്താണ് റൂം. ഇതൊക്കെ കാണുന്നത് അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ റിസപ്ഷൻ അടിയിലാണ്. റിസപ്ഷൻ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് നടന്നു പോകണം റൂമിലോട്ട്. കുറച്ച് തന്നെ കുറച്ചുണ്ട്. റിസപ്ഷന് അടിയിലുമാണ്.
ഒക്കെ അടുത്തടുത്താണ് റൂമുകളുള്ളത്. പക്ഷെ നല്ലൊരു വൃത്തിയും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ ഈ റിസോർട്ട് നല്ലൊരു ഇതൊക്കെ ഉണ്ട്, നല്ല ഫ്ലവേഴ്സും ഒക്കെ ആക്കിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെയാണ് കാർ പാർക്കിംഗ് കാർ പാർക്കിംഗ് ഉള്ളത്. ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പേരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. വണ്ടി കണ്ടില്ലേ, കുറച്ചധികം വണ്ടികളുണ്ട്. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവാണേ. ഇതാണ് നിൽക്കുന്ന റൂം. നല്ല വൃത്തിയുണ്ട് കേട്ടോ, പുറത്തുനിന്ന് തന്നെ കാണാൻ. പൊളിച്ച് ഇങ്ങനെ ഒരു കവാട. ഇതാണ് അപ്പൊ നമ്മുടെ റൂം. ചേച്ചിമാരെ കടിച്ചു വരണേ. ഇതാണ് റൂമിന്റെ അകം. ബെഡ്റൂം ചെന്ന് കയറുന്ന തന്നെ ബെഡ്റൂമൊക്കെയാണ്. ഇതാണ് ബാത്റൂം. സൂപ്പർ ബാത്റൂം ആട്ടാ. ഇതന്നെയുള്ളൂ, ഒരു ബെഡ്റൂമും പിന്നെ ഒരു ബാത്റൂമും അതന്നെയുള്ളൂ. പിന്നെ ഒരു കുഞ്ഞ് ലിവിങ് മാതിരി ഉള്ളത്. ഇങ്ങനെ എന്തായാലും സെറ്റപ്പ്, ഭയങ്കര സെറ്റപ്പാട്ടോ. ഉള്ളത് ചെറുതാണെങ്കിലും നല്ല വൃത്തിയും എടുപ്പുണ്ട്. അത് തുമ്പ 2. ഇത് അടുത്ത റൂമാണ്. എല്ലാ റൂമും ഒരുപോലെ തന്നെയാണുള്ളത്. തുമ്പ 1, തുമ്പ 2, തുമ്പ 3 എന്നാണ്. റോസ് പൂവാണ്, നല്ല ഭംഗിയുണ്ട്. ഒറ്റ കമ്മലാണ് ഇത് ഉണ്ടായിക്കണത്. ആ വീടും എടുത്തെടുത്താണ് കേട്ടോ. എല്ലാ റൂമും ഒക്കെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. തുമ്പ 1, 2, 3, 4 അങ്ങനെയാണ് ഇത്. ഇത് ഈ റൂമിന്റെ ഇത് ചെങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയ നല്ലൊരു പോളിഷിങ് ചെയ്തിങ്ങാണ്ട് നല്ല മിൻസാക്കിക്കണവര്. ചെങ്കല്ലാണ്. ഇത് ഷെൽഫാണ്. ഷെൽഫിൽ ലോക്കറൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കാല്, ഈ അടിയിലൊരു ഷെൽഫ് ഇങ്ങനെ. ഓക്കെ, പിന്നെ ഇവിടെ മേലൊരു ചെറിയൊരു ഷെൽഫുണ്ട്. പിന്നെ അടിയില് ഷെൽഫുണ്ട്. പിന്നെ ഇവിടെ മിനി ബാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഷെൽഫ്. ഇതൊരു കുഞ്ഞ് ഫ്രിഡ്ജാണ് കേട്ടോ.
ചെറുത്. പിന്നെ അത് TV ഒക്കെ ഉണ്ട്. ഒക്കെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു സെറ്റപ്പാണ് കേട്ടോ സംഭവം. നല്ലൊരു ചെറിയ റൂമാണെങ്കിൽ നല്ലൊരു വൃത്തി ഉണ്ട് കേട്ടോ. ഒക്കെ അടുത്തടുത്താണ് റൂമുകൾ. ഈ വീടൊക്കെ ചെങ്കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയത്. ഉണ്ടോ, തൂണ് മാത്രമല്ല, വീടിൻ്റെ ചുമരൊക്കെ അങ്ങനെ തന്നെയാണ്. റൂമിൻ്റെ ബാക്ക് ഭാഗമാണിത്. വയലറ്റ് ആമ്പൽ. ഞാൻ വെള്ളയും ചുവപ്പൊക്കെ കണ്ടിട്ടുള്ളൂ. ആമ്പല് വയലറ്റ് ആദ്യമായിട്ട് കാണുകയാണ്. ഇതൊക്കെയാണ് അപ്പം വീടിന് ചുറ്റും സ്ഥലങ്ങൾ. ഒക്കെ തണലാട്ടോ, നല്ല തണലുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞ് കവുങ്ങുണ്ട് കേട്ടോ, ചെറുതാണ് ഇട്ടത്, ഇത്ര വലിപ്പമുള്ള ആകെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും അതേപോലെ തന്നെ. ഇതെന്താണെന്ന് അറിയില്ല, കാഴ്ചയൊക്കെ ചെയ്തേക്കണം, ചെറുതാണ്, ഇത്ര വലിപ്പമുള്ള. നേരത്തെ കണ്ടതേപോലെ തന്നെ റോസ് എവിടെയുണ്ട്. ഇതും അതെ, നല്ല ഒരു ഭംഗിയുള്ള റോസ് പൂ, നല്ല വലുതുമല്ല. ഇത് മുല്ലയാണത്, ഒരുപാടുണ്ട്. ഇതാണ് പാർക്ക്. ഇതൊക്കെ ഉണ്ട് ഇവിടെ, കീണതും എല്ലാം ഉണ്ട്. കുട്ടികളൊക്കെ നല്ലോണം എൻജോയ് ചെയ്തു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എല്ലാവരും ഓരോന്നിനും ബിസി ആയിരുന്നു. ഒരാൾ ഊഞ്ഞാല, മറ്റയാൾ കീയുന്നത്, അങ്ങനെയായിട്ട് ഓരോരുത്തർ ഭയങ്കര ഒരു ഇതായിരുന്നു. പ്രാവൊക്കെ ഉണ്ട്. ഇവിടെ ചെസ്, ക്യാരം ബോർഡൊക്കെ ഉണ്ട്. ഇവിടെ ഈ ഡർസിന്റെ മേലെ നല്ല വ്യൂ ആണ് കേട്ടോ. ഒന്ന് പോയി നോക്കാം നമുക്ക്, കാണുന്നുണ്ടോ ഇല്ലയെന്ന്. ഇതാ നമ്മൾ വന്ന വഴി. എന്നിട്ട് കയറി നോക്കാം. എല്ലായിടത്തും കാണണ്ടേ.
പിന്നെ എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി, കുട്ടികളും ആണുങ്ങളൊക്കെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. നല്ല തണുത്ത വെള്ളമായിരുന്നു, രാവിലെ വൈകുന്നേരം നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു. എല്ലാവരും നല്ലൊരു എൻജോയ് തന്നെ ചെയ്തു. കുട്ടികളൊക്കെ നല്ല വരയ്ക്കുന്നുണ്ടായിരുന്നു, തണുത്ത വെള്ളം ആയതുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു. പിന്നെ രാത്രിയായി. ഇതാണ് റെസ്റ്റോറൻറ്റിലേക്കുള്ള വഴി. ഇത്തിരി അങ്ങോട്ട് പോരണം. ഇതാണ് ബോട്ട്സ്. നല്ല അടിപൊളി ഇൻറ്റീരിയർ വർക്കാണ് ചെയ്തത്. മുള തോന്നുന്നു, മുള. പിന്നെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വന്നതല്ലേ, അങ്ങനെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. ഫുഡൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും, കുട്ടികളും വലിയവരും എല്ലാവരും കഴിച്ചു. പിന്നെ എല്ലാവർക്കും ക്യാമ്പ് ഫയർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ക്യാമ്പ് ഫയർ ഇട്ടാണിത്. നല്ല, ഞാൻ ഒരുപാട് തണുപ്പില്ലെങ്കിലും കുറച്ചൊരു തണുപ്പുണ്ടായിരുന്നു. അപ്പം ക്യാമ്പ് ഫയർ ഇട്ടപ്പോൾ പിന്നെ എല്ലാവരും തണുപ്പൊക്കെ ഒന്ന് ഇതായി. പിന്നെ ഞങ്ങൾ തന്നെ സെറ്റ് ബോക്സൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ തന്നെ കുട്ടികളെ കൊണ്ട് ഡാൻസും പാട്ടൊക്കെ ചെയ്യിച്ചു. അവിടെ പാട്ടൊന്നും ഇല്ലായിരുന്നു. ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞിട്ട് മുതൽ നേരം ഒരുപാട് വൈകി. പിന്നെ എന്താ നേരം വെളുത്തു.
അത്ര വലിയ മഞ്ഞൊന്നുമില്ല, എന്നാലും കുറേശ്ശെ മഞ്ഞുണ്ടായിരുന്നു. എല്ലാവരും ചായ കുടിക്കാൻ പോവാണേ. എന്തൊക്കെയാണ് ഉണ്ടാവുമെന്ന് അറിയില്ല, പോയി നോക്കിയാലോ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി, എന്തൊക്കെയാന്ന് നോക്കാം. ഇത് കേസരിയാണ്. ഇത് ടീസ്പൂൺ ഉണ്ടാവില്ല, ടീസ്പൂൺ അവിടെ അടിയുണ്ട്, അടിയിൽ നിർത്താം. പിന്നെ ഉള്ളത് ഉരുളക്കിഴങ്ങിൻ്റെ കുറുമയാണ്. ഉരുളക്കിഴങ്ങ് പിന്നെ പൂരിയാണ്. പിന്നെ കടലക്കറി, പിന്നെ ഉള്ളത് പുട്ടാണ്, പിന്നെ ഒരപ്പം, പിന്നെ കോഴിമുട്ട പുഴുങ്ങിയതാണ്, പിന്നെ സാലഡ്. ഇതാണ് ഇവിടുത്തെ രാവിലത്തെ മെനു. പിന്നെ ജ്യൂസ് ഉണ്ട്, പിന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ചായ കുടിക്കാം. ഉണ്ട്. അപ്പോൾ നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്യണേ. ഇപ്പോൾ സമയം 11:30 ടൈം. അപ്പം ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ നമ്മൾ പോവുകയാണ് തുമ്പ 3. അങ്ങനെ നമ്മൾ തിരിച്ച് പോവാണ്. നല്ല വെയിലാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു, പക്ഷെ മഞ്ഞ് കുറവായിരുന്നു കേട്ടോ രാവിലെ. ഇപ്പം നല്ല ചൂടുള്ള വെയിലായി. ഇതോക്കടാ. അപ്പം നമ്മൾ ബാണാസുര ഡാമിലെത്തി. കൊറോണ ആയതുകൊണ്ട് തന്നെ മാസ്ക് ഇടാതെ ഒരു കുട്ടീനെ പോലും ഒരു അകത്ത് കയറ്റില്ലെന്ന് പറഞ്ഞു. അത്രക്കും സുരക്ഷിതത്തിലാണ് അവർ നമ്മളെല്ലാവരെയും അവരുടെ ഉള്ളിലേക്ക് കയറ്റുന്നത്. ഇവിടുന്നാണ് ഇത് വെയിറ്റിംഗ് ഷെഡാണ്. ഇവിടെ നമ്മൾ ബസ് വരുന്നത് വരെ ഡാമിലേക്ക് പോകാൻ ബസ്സാണുള്ളത്. പിന്നെ അല്ലെങ്കിൽ ഒരുപാട് നടക്കണം, ഒരുപാട് നടന്ന് നമ്മൾ കുഴങ്ങും. പക്ഷെ വണ്ടി കാത്ത് നിൽക്കണം ഇവിടെ. പിന്നെ അവിടെയാണ് കുറച്ച് ദൂരത്താണ് വണ്ടി നിർത്തിയത് തന്നെ. നമ്മളെല്ലാവരും അവിടെ പോയിങ്ങാണ്ടാണ് വണ്ടി കയറിയത്. ഇപ്പം നമ്മുടെ ബസ് വന്നു. അപ്പോൾ ഡാമിൻ്റെ അവിടെ എത്തി നമ്മളെ. വണ്ടിയിൽ പോയപ്പോൾ പെട്ടെന്ന് എത്തുകയും ചെയ്തു കേട്ടോ. ബോട്ട് കയറ്റിയാൽ കുട്ടികളേക്ക് പോയിക്കോലോ. ബോട്ട് കയറ്റി പോവേ അവിടെ നടന്നിട്ട് ഒരു സംഗതി കാണല്ലോ. ബോട്ടുണ്ട് മാഡം, നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും
കോൺ ഐസ്ക്രീമൊക്കെ തിന്ന് ഇരിക്കുന്നു. നല്ല വെയിലുണ്ട്, പക്ഷെ വെയിലിന് അത്ര ചൂടില്ല, വെയിലിന് ഇവിടുത്തെ വെയിലിന്. പിന്നെ കുട്ടികൾ കളിക്കാനുള്ള ഊഞ്ഞാലയും എല്ലാ ഇതും ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. വലിയ വലിയ ഊഞ്ഞാലുണ്ട്, കുട്ടികൾക്ക് നല്ല വലിയവർക്കും ആടാം കേട്ടോ. ഇത് അത്തിപ്പായാണത്. അത്തിപ്പായ മരത്തിൽ നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ അത്തിപ്പായം. അങ്ങനെ സിബ് ലൈനിലൊക്കെ കയറി. സിബ് ലൈനിന് 300 രൂപയാണ് ഒരാൾക്ക് ചാർജ്. പിന്നെ വയനാട്ടിലെ ഏറ്റവും വലിയ സിബ് ലൈനാണിത്. അതിലൊക്കെ കയറി ആസ്വദിച്ചു. ഫാനാണ്. അപ്പോൾ എൻ്റെ ചാനൽ കാണാത്തവർ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ.